ഫ്ലീറ്റ് ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഓരോ പീസ് പ്രസ് ചെയ്ത് വിടുന്നത്. പ്യുവർ ചന്തേരിയാണ്. ഇതിൽ ഫുൾ മെഷീൻ എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് പീസ് മക്കളെ, കൊടുത്ത കാശ് മുതലാവും എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ. ഇതെന്താ മെറ്റീരിയൽ വരുന്നത്? ഇത് ചിനോൺ ആണ്. ഇതും ആ ഒരു കോട്ടണിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഈ ഓപ്പൾ ഗ്ലാം ആ ബ്രാൻഡിന്റെ മാനുഫാക്ചർ തപ്പി വന്നത്. ഇത് നമ്മളുടെ പാർട്ടി വെയർ ആണ്. വർക്ക് കാണണമെങ്കിൽ അടുത്തേക്ക് തന്നെ വരണം. ഈ സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ. കടകളിലൊക്കെ ഓരോ സെപ്പറേറ്റ് കൗണ്ടർ ആയിട്ട് തന്നെ ഈ ഒരു ഓപ്പൾ ഗ്ലാം എന്നുള്ള ബ്രാൻഡ് ഉണ്ട്. ബോളിവുഡ് എന്ത് സ്റ്റൈൽ വേണമെങ്കിലും ആ സ്റ്റൈലൊക്കെ ഇവിടെ ഉണ്ട്. പ്യൂർ ജോർജറ്റിൽ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന സ്ട്രൈറ്റ്. ഇവിടെ കട്ടിങ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് നോക്കിയ ഒരു ഫുൾ ഗൗൺ വർക്കൊക്കെ നന്നായിട്ടുണ്ട്. സാധാരണ വിട്ടിട്ട് ഒരു ഡിഫറെന്റ് ഒരു വെറൈറ്റി. ഇത് വേണമെങ്കിലും നമ്മൾ ചെയ്തു തരും. ഇവിടെ ഇരിക്കുന്നതൊക്കെ പ്രീമിയം മെറ്റീരിയലാ, നല്ല ഒറിജിനൽ മെറ്റീരിയൽ ആട്ടോ. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ദാ ഈ ഒരു സംഭവം. ബ്രാൻഡിന്റെ പേര് ഓപ്പൽ ഗ്ലാം. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇട്ട ഈ ഒരു ഡ്രസ്സ് ആർക്കൊക്കെ ഇഷ്ടമായി? എല്ലാവർക്കും ഇഷ്ടമായിട്ടാന്ന് വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഇത് പ്യുവർ മെറ്റീരിയൽ, രണ്ടാമത്തെ ആ ഒരു ഹെവി വർക്ക്. ഇത് മെയിനായിട്ട് ഡ്രസ്സോ ഇതിന് വർക്കൊന്നല്ല പ്രൊമോട്ട് ചെയ്യുന്നത്, ഇതിൻ്റെ ബ്രാൻഡിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ബ്രാൻഡ് വരുന്നത് ഓപ്പൾ ഗ്ലാം. ഓപ്പൾ ഗ്ലാം ബ്രാൻഡ് സാധാരണ നമുക്ക് എല്ലാം സ്റ്റോറിൽ പോയാൽ അവരുടെ കൗണ്ടർ കാണാൻ പറ്റും. പക്ഷെ ഈ കൗണ്ടർ കാണിച്ചാൽ അല്ലെങ്കിൽ ഈ ഡ്രസ്സ് കാണുന്നതിലല്ല എനിക്ക് അർത്ഥം. ഇവർ ഈ മാനുഫാക്ചറിങ്, സ്റ്റിച്ചിങ്, അതുപോലെ ഈ വർക്ക് ചെയ്യണത് എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇന്ന് നമ്മൾ നിൽക്കുന്നത് എറണാകുളത്താണ് കേട്ടോ. എറണാകുളത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവരെ യൂണിറ്റ് അതുപോലെ സ്റ്റിച്ചിങ് ഒക്കെയാണ് ഈ ഒരു സ്ഥലത്ത് നടക്കുന്നത്. അതുപോലെ ഇവിടെ തന്നെ ഇവർക്ക് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാം സ്റ്റോറിലും നമ്മൾ കാണാറുണ്ട് ഈ ഒരു ഓപ്പൾ ഗ്ലാം ബ്രാൻഡ്. ഇവരുടെ ശരിക്കുള്ള ഷോറൂം നമുക്ക് കാണാം. പക്ഷേ അതിനേക്കാളും മുന്നേ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവരുടെ മാനുഫാക്ചർ സ്ഥലത്തേക്കാണ് കേട്ടോ. ഇത് മാത്രമല്ല, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതൊരു പ്രീമിയം ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ എറണാകുളത്താണ്. എന്തായാലും പോയി നോക്കിയാലോ നമുക്ക് വരും. ഓപ്പൾ ഗ്ലാമിന്റെ മാനുഫാക്ചർ സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഹായ് സർ, തിരക്കിലാണോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുഖാണോ? ഇത് മൈക്ക്. ഹായ്. എന്താ തിരക്കിലായിരുന്നു തോന്നുന്നു കാര്യം. അതെ, ആക്ച്വലി ഞാൻ ഈ ഡ്രസ്സ് ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാ. ഷോപ്പിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് മേടിച്ചപ്പോ ഈ ഓപ്പൾ ഗ്ലാം ആ ബ്രാൻഡിന്റെ മാനുഫാക്ചർ തപ്പി വന്നത്. ഇത് ഇവിടെ തന്നെയാണോ ഇതിന്റെ പ്രൊഡക്ഷൻ? ഇത് ഇവിടെ തന്നെയാണ് നമ്മുടെ പ്രൊഡക്ഷൻ. നമുക്ക് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇത് ആക്ച്വലി എവിടെയാ സ്ഥലം വരുന്നത്? ഇത് താണിക്കൽ എളമക്കരയാണ് സ്ഥലം വരുന്നത്. താണിക്കൽ ജംഗ്ഷനിലാണ് നമ്മുടെ സ്ഥലം. അങ്ങനെയാണ് സ്ഥലം വരുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ഓപ്പൾ ബ്രാൻഡിൽ ഇത് മാത്രമാണോ ചെയ്യുന്നത്? മീൻസ് കുർത്തീസ് മാത്രമേ ഉള്ളൂ. നമുക്ക് 3 പീസസിന്റെ 2 പീസസിന്റെ സിംഗിൾ പീസിന്റെ കുർത്തീസ് മാത്രമേ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. അത് മാത്രമേ ഉള്ളൂ. പ്രീമിയം കളക്ഷൻസ് ആയിട്ട് പ്രീമിയം കളക്ഷൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് നമുക്ക് ഒത്തിരി ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. അതിന് നമ്മൾ നമ്മുടെ ഡിസൈനർ ആയിട്ടൊന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, ഡിസൈനർ. ഇവിടെ ഒരു കുട്ടി ഒളിച്ചിരിക്കണ്ട. ഇവിടെ വരൂ. ഹായ്. ഇവിടെ ഒരു കുട്ടി ഒളിച്ചിരിക്കും. ഞാൻ എന്തായാലും കൗണ്ടറിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ടാണോ ഡിസൈനർ? അപ്പൊ എന്തായാലും പിന്നെ ഇനി മെറ്റീരിയലിനെ കുറിച്ച് അതിന്റെ ഡിസൈൻസിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക്. എന്താ പേരിടാ? ഷാരി. വരൂ. ഷാരി, ഷെൽവി രണ്ടും കൂടി ഇനി കൂട്ടിമുട്ടാൻ പോവാണ് അല്ലേ? അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കേട്ടായിരുന്നു ഞാൻ പറഞ്ഞത്? ഇവിടെ കേട്ടു. അപ്പൊ ഇതുപോലത്തെ നല്ല പ്രീമിയം കളക്ഷൻസ് ഒക്കെ എവിടെ ഇരിക്കുന്നത്? കുറെ ഇവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞ പീസുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. സ്റ്റോക്ക് നമുക്ക് യൂണിറ്റ് എല്ലാം ഇവിടെ തന്നെയാണ്. മേളിലാണ് നമ്മുടെ യൂണിറ്റും എല്ലാം. ഹാൻഡ് വർക്ക് കാര്യങ്ങളെല്ലാം മുകളിൽ തന്നെയാണ്. ശരിക്കും ഇത് കൂടിയാണ് മാനുഫാക്ചറിംഗ്. എല്ലാതും ഇവിടെ തന്നെയാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് അല്ലേ? നമുക്ക് റീറ്റെയിൽ ഷോപ്പ് നമ്മളുടെ ഓൺ 2 ഉണ്ട്. അതുകൂടാതെ നമ്മൾ ഓൾ കേരള അല്ല, അപ്പൊ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട്. ഹോൾസെയിലാണ് കൂടുതലുള്ളത്. അപ്പൊ ഒരുവിധം എല്ലാം കൗണ്ടറിൽ എന്ന് വെച്ചാൽ വലിയ വലിയ കടകളുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. ആ കടകളിലൊക്കെ ഓരോ സെപ്പറേറ്റ് കൗണ്ടർ ആയിട്ട് തന്നെ ഈ ഒരു ഓപ്പൾ ഗ്ലാം എന്നുള്ള ബ്രാൻഡ് ഉണ്ട് കാണുന്നത്. അപ്പൊ ഇവിടെ നിന്നാണോ പോണത്? ഇവിടെ നിന്ന് തന്നെയാണ് എല്ലാം പോകുന്നത്. ഉറപ്പല്ലേ? അല്ല, ഇനിയിപ്പോ അത് വേറെയാണോ ഇത് വേറെയാണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ കൺഫ്യൂഷൻ തീർത്തു. എന്തായാലും ഒരു പ്രീമിയം കളക്ഷൻസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, ഒരു പാർട്ടി വെയർ സെഗ്മെന്റ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു ബ്രാൻഡാണ് ഓപ്പൾ ബ്രാൻഡ്. ഇനി കൂടുതലും വാചകം അടിക്കുന്നേക്കാളും നല്ലത് കളക്ഷൻസ് കാണുമ്പോൾ ഞാൻ പറഞ്ഞത് ഒക്കെ വെറുതെ അല്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് കളക്ഷൻസ് കാണുന്നതിനേക്കാളും മുന്നേ ഇവരുടെ സ്റ്റോക്കാണ് ഈ ഇരിക്കുന്നത്. അപ്പൊ ഒരു പീസിൽ തന്നെ നമുക്ക് എത്ര മീൻസ് ഓരോ ഡിസൈനില് എല്ലാ സൈസും. അപ്പൊ ഒരു 50 പീസ് അല്ലെങ്കിൽ 100 പീസൊക്കെ വേണമെന്ന് പറഞ്ഞാൽ തീർച്ചയായും ഉണ്ടാവും. അപ്പൊ ഇത് ഹോൾസെയിൽ ആണ്. അതുപോലെ തന്നെ റീറ്റെയിലും ഉണ്ട്. റീറ്റെയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേറെ റീറ്റെയിൽ ഞങ്ങൾക്ക് ഓൺ 2 ഷോപ്പുണ്ട്. ഒന്ന് വൈറ്റ്ലയിലുണ്ട്, പിന്നെ ഒന്ന് കത്രിക്കടവിലുണ്ട്.
രണ്ട് സ്ഥലത്ത് വേറെ ഷോറൂമാണ്. ഇത് നമ്മുടെ നോൺ ഷോപ്പുകളുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് അങ്ങോട്ട് ഒന്ന് പോകണം. ഇവർ പറയണത് ശരിയാണോന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണ്ടേ. അപ്പൊ നമുക്കൊന്ന് കളക്ഷൻസ് ഒന്ന് കണ്ടു നോക്കിയാലോ, എന്തൊക്കെയാണ് വെറൈറ്റീസ്. ഹാങ്കറിൽ നിന്ന് ഒന്ന് എടുക്കുമോ എന്തായാലും വെറൈറ്റീസ് ഒരുപാട് ഇവിടെ സ്റ്റോക്ക് ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ കുറെ കവറിലായത് കൊണ്ട് നമുക്കൊന്നും മനസ്സിലാകാതെ കുറച്ച് ബുദ്ധിമുട്ടിച്ചിട്ട് കുറച്ച് കളക്ഷൻ ഇങ്ങനെ പുറത്ത് വെപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കളക്ഷൻസ് ഒക്കെ നമ്മൾ നിങ്ങളുടെ ഈ രണ്ട് ഷോറൂം എന്ന് പറഞ്ഞില്ല, അവിടെ ഒക്കെ ഇരിക്കുന്നുണ്ടോ? ഇല്ല, ഇതെല്ലാം നമ്മുടെ പുതിയ കളക്ഷൻസ് ആണ്. അപ്പൊ നമുക്ക് ലക്കാണ് കേട്ടോ, പുതിയ കളക്ഷൻസ് കാണാൻ പറ്റും. ഇനി ഇത് നമുക്ക് ഷോറൂമിലേക്കൊക്കെ എപ്പോഴാണ് പോയത്? ഇത് ഇനിയിപ്പോ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒന്ന് അയണിങ് പാക്കിംഗ് ഫിനിഷിംഗ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സ്റ്റോറിലേക്ക് പോകും. പിന്നെ ഇവരുടെ ഷോറൂം കൂടാണ്ട് വേറെ ഷോപ്പുകളിലും ഞാൻ പറഞ്ഞു കൗണ്ടർ ഉണ്ട്, അവിടെയും ഇതുപോലെ തന്നെ സ്റ്റോർ കാര്യങ്ങൾ എല്ലാം. അവിടെ നിങ്ങളുടെ സ്റ്റാഫാണോ അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫാണോ? നിങ്ങൾ നമ്മളുടെ സ്റ്റാഫും ഉണ്ട്, അല്ലാതെ ഉണ്ട്. ഓക്കെ, ഇതിനെ കുറിച്ചൊന്ന് പറയാം. എന്തായാലും ഡിസൈനർ ആയതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. വാ ഇവിടെ വാ. ഇത് വന്നിട്ട് ചന്തേരി ഫാബ്രിക് ആണ്, പ്യുവർ ചന്തേരിയാണ്. ഇതിൽ ഫുൾ മെഷീൻ എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മളാണോ ഇങ്ങനെ ഡിസൈൻ തന്നെ വരച്ചിട്ട് ചെയ്ത് ഹാൻഡ് വർക്കേഴ്സിനെ. അപ്പൊ ഇതിന്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾറെഡി ഇവര് പ്രീമിയം രീതിയിലാണ് ക്ലോത്ത് യൂസ് ചെയ്യുന്നത്. മീൻസ് ഡെയിലി വെയർ ടൈപ്പ് അങ്ങനത്തെ അല്ല. ഒന്നില്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് ഫെസ്റ്റിവൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ചെറുവക ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം വലിയ ഫംഗ്ഷന് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻ. ഇത് വർക്ക് എനിക്ക് ഇഷ്ടമായി. ഇതിന്റെ ഇനി സ്ലീവ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇത് സ്ലീവ് ഇതിന്റെ ഉള്ളിലുണ്ട്. കസ്റ്റമേഴ്സിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ, ഇവർക്ക് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. നമ്മൾ പറയുന്ന കസ്റ്റമൈസേഷനും ഉണ്ട് അല്ലേ? ഓക്കെ. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ ഇത് വന്നിട്ട് ജോർജറ്റ് ആണ്. ജോർജറ്റിൽ ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇത് കട്ട് ബീഡ്സ് വെച്ചിട്ട് ഫുൾ ഹെവി വർക്കാണ്. ഇതിന്റെ തന്നെ 2-3 പാറ്റേൺസ് ഉണ്ട്, നമുക്ക് ഓൾറെഡി ഷോറൂമിലുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എത്ര കളേഴ്സ് ഉണ്ടാവും? ഇപ്പൊ ഈ ഒരു നമുക്ക് ഏത് കളേഴ്സിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. കളേഴ്സിൽ ചെയ്യാം. ഇപ്പൊ നിലവിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇപ്പൊ ഇതിന്റെ ഒരു 2-3 ഷെയ്ഡ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. 2-3 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ വർക്കാണ് കേട്ടോ എനിക്ക് ഇഷ്ടമായത്. ഈ വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വർക്കൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഈ ഹാൻഡ് വർക്കൊക്കെ ഇവിടെ തന്നെയാണ്. എന്തായാലും നമുക്ക് ഇതൊന്ന് കയറി നോക്കണം കേട്ടോ, ഇവരെ വർക്ക് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ പിടിക്കുമ്പോൾ ആ ഒരു ഫീലിംഗ്, ടച്ച് ആൻഡ് ഫീൽ, അതാണ് നമുക്ക് മെയിൻ ആയിട്ട്. പുറമേ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ തുണി അത്ര പോരാന്ന് ഫീൽ ചെയ്യും, പക്ഷെ അതല്ല, ടച്ച് ആൻഡ് ഫീൽ എന്ന് പറഞ്ഞുള്ള ഒരു സംഭവമുണ്ട്. അതിലാണ് നമ്മൾ പ്രീമിയം എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നത്. എന്തായാലും ഇതെല്ലാം പ്യുവർ ജോർജറ്റിൽ തന്നെ വരുന്നു. കണ്ട, ഞാൻ പറയാണ്ട് തന്നെ അവിടെ പറഞ്ഞു പ്യുവർ ജോർജറ്റ് ആണ്. അത് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ആ ഒരു ഫീലിംഗ് കിട്ടും. വർക്കൊക്കെ നന്നായിട്ട് എടുത്തോട്ടെ. അതുപോലെ ആ സ്ലീവിലും ഈ ഒരു വർക്ക്. അപ്പൊ എപ്പോഴും ഈ വർക്ക് ഇങ്ങനെ ഉണ്ടാവണമെന്നില്ല, എപ്പോഴും മാറി മാറി നമുക്ക് ഡിസൈൻസ് ഒക്കെ കാണാൻ പറ്റും. ഈ വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതും വൺ സൈഡ് ആണ് വരുന്നത് അല്ലേ? ഇത് എന്താ മെറ്റീരിയൽ തന്നെ? ഇത് ചിനോണാണ്. ചിനോന്റെ നല്ല എന്താ പറയാ, വല്ലാണ്ട് അങ്ങനെ ഓറഞ്ചും അല്ല, ഒരു പീച്ച് ഷെയ്ഡിൽ ടച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. സ്ലീവിലും ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട്. ഇനി ഇത്ര നേരം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സിന്റെ വർക്ക് നമ്മൾ കണ്ടില്ലല്ലോ. ശരിക്കും പുറത്തുനിന്ന് ആ വർക്ക് കാണില്ല. വർക്ക് കാണണമെങ്കിൽ അടുത്തേക്ക് തന്നെ വരണം. ഈ ഒരു വർക്കിനെ കുറിച്ച് പറയാം, ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക്. ഷുഗർ ബീഡ്സും സ്റ്റോൺ വെച്ചിട്ട് നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഹെവി പീസാണ്, അടിപൊളിയാ. എന്ന് വെച്ചാൽ ഇത്ര നാൾ ഇട്ടേൽ വെച്ചാട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ മറ്റുള്ളത് ഇഷ്ടമല്ല അങ്ങനെയല്ല, പക്ഷെ ഇത് നമുക്ക് തുണിയായാലും നമുക്ക് ഉടുക്കുമ്പോൾ ഒരു ഫീലിംഗ്. അതുപോലെ തന്നെ ഈ ഒരു ഹെവി വർക്ക് എന്ന് പറയുമ്പോൾ ഹെവി വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ തുണി ഇങ്ങനെ ഞാന്നെടുക്കണ ഒരു ഇതില്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ തുണിക്കും കംപ്ലൈൻറ്റ് ഇല്ല. സാധാരണ ലോക്കൽ തുണിയിലൊക്കെ നമ്മൾ ഇതുപോലെ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഓട്ടോ വരാറുണ്ട് ഇല്ലേ? സത്യല്ലേ? പ്യുവറിലാകുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്യുവറിലാകുമ്പോൾ ആ ഒരു ഗ്യാപ്പ് വരില്ല, ആ ഒരു ഫിനിഷിങ് കറക്റ്റിൽ നിൽക്കൂട്ടോ. എന്തായാലും ഇത് ഇപ്പം എത്ര ഡിസൈൻസ് ഉണ്ടാവും ഇത് വർക്ക്? ഇതിന്റെ 2-3 ഷെയ്ഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഷെയ്ഡ്സ് ആണുള്ളത്. വർക്ക് സെയിം ആയിരിക്കും, ഷെയ്ഡ് വേറെ ഉണ്ടാവും. വേറെ ആയിരിക്കും അല്ലേ? ഓക്കെ. ഇത് നോക്കിയേ, ഇത് വരുന്നത് ഇത് ഓർഗൻസയാണ്. ഓർഗൻസയില് ഇതുപോലെ ഹാൻഡിലാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോ സിംഗിൾ ഈ ഒരു അടി പോർഷനിലുണ്ട് കേട്ടോ, ദാമന്റെ പോർഷനില്. ഇതിപ്പോ സിംഗിൾ പീസ് ആണോ 2 പീസ് ആണോ എങ്ങനെയാ? ഇതിപ്പോ നമ്മൾ സിംഗിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇത് നമുക്ക് കസ്റ്റമറിന് നമുക്കിത് കസ്റ്റമൈസേഷനിലോട്ട് പോകുമ്പോൾ ഫുൾ സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ അത് ചെയ്തെടുക്കാൻ പറ്റൂല. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് സിംഗിൾ പീസ്, 2 പീസ്, 3 പീസ്, ഈ കളക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടപ്പോൾ ഞാൻ ഫ്ലാറ്റ് ആയിട്ടോ. സാധാരണ വിട്ടിട്ട് ഒരു ഡിഫറെന്റ് ഒരു വെറൈറ്റി, 2 സൈഡ് പോക്കറ്റ്, ഒരു ബോക്സ് ഫ്ലീറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? സ്ലീവ് ഉണ്ട് ഉള്ളില് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. പക്ഷെ സ്ലീവ് ഇല്ലാത്തതാണ് ഇതിന്റെ ഒരു ഭംഗി. ഇത് ഇങ്ങനെ തന്നെ ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് തന്നെ ഇടണം, അതാണ് അതിന്റെ ഒരു ഭംഗി അല്ലേ? പാന്റ് വരെ ഇടരുത്, അതാണ്. ഇല്ല ഇത് ഫ്രോക്ക് മോഡലായിട്ട് തന്നെ ചെയ്തിരിക്കണത് അല്ലേ? അത് എന്തായാലും ഇഷ്ടമായി മൊത്തത്തിൽ. എന്തായാലും പക്ഷെ ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു എംബ്രോയിഡറി വർക്ക്, അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡ് വർക്ക്, ഇതൊക്കെ ചെയ്തതും ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തത് എവിടെയാണെന്ന് എനിക്ക് കാണണം. എല്ലാം ഇവിടെ തന്നെയാണ്. എല്ലാം കാണാം. വാ നമുക്ക് പോവാം. എന്തായാലും ഇത് കണ്ടിട്ട് ബാക്കി നമുക്ക് ഇവിടെ കുറെ ഇരിക്കുന്നുണ്ട്. എന്താടാ പേര്?
നാണക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ എടുത്തൊരു ഹായ് പറഞ്ഞോ. നമുക്ക് ഇനി യൂണിറ്റിലേക്ക് പോയല്ല, നീ വരണ്ട. വാ നമുക്ക് പോവാം. അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് വന്നിട്ട് കാണാം എന്തായാലും. വാ, ഇവിടെയാണോ നിങ്ങളുടെ യൂണിറ്റ് കാര്യങ്ങള്? ഇതാണ് നമ്മുടെ യൂണിറ്റ്. ഇത് താഴത്ത് നമ്മൾ കണ്ടില്ല ഒരു സെയിം കണ്ടതിന്റെ ഇവിടെ നിന്ന് നമുക്ക് പീസസ് ഇറങ്ങുന്നത് ഇവിടെ നിന്നാണ്. അയൺ ചെയ്ത് ലാസ്റ്റ് പ്രോസസ്സാണ്. ഓ, ഫ്ലീറ്റ് ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഓരോ പീസ് പ്രസ് ചെയ്ത് വിടുന്നത്. ഈശ്വര, അടിപൊളി. നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങിൽ ആ ഫ്ലീറ്റും കാര്യങ്ങളും വന്നിക്കണേ. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ കോലം മാറും. പക്ഷെ ഈ ഫ്ലീറ്റും കാര്യങ്ങളും അപ്പൊ അത്രയും തുണി കയറിയിട്ടുണ്ട് അല്ലേ? അത്രയും തുണിയുണ്ട്. തുണി കയറി പ്യുവർ ജോർജറ്റില്. ഇത് ബ്ലൂമിങ് ജോർജറ്റാണ്. ബ്ലൂമിങ് ജോർജറ്റിലാണ് വരുന്നത്. എന്തായാലും അടിപൊളി. അപ്പൊ അയണിങ്ങും അതുപോലെ തന്നെ കട്ടിങ്ങും പിന്നെ വരുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? സുഖാണോ? ഇവിടുത്തെ മേൽനോട്ട് ഇത് പ്രൊഡക്ഷൻ. എന്താ പേര്? വിജയൻ. ആ വിജയൻ അല്ലല്ലോ. എന്താണ് ഇവിടെ ഇപ്പൊ മെയിൻ ആയിട്ട് പുതിയ കളക്ഷൻസ് എന്താണ് ഇപ്പൊ ഇറക്കണത്? പുതിയ കളക്ഷൻ നമ്മുടെ ഇപ്പൊ ഈ ഇന്നലെ ഇറങ്ങിയതാണ്. അതിപ്പോ കട്ടിങ്. ഓ, സെയിം ആ പാറ്റേൺ. ഇതാണ് ഇവിടെ കട്ടിങ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ സെയിം സംഭവം തന്നെയാണ് കേട്ടോ അവിടെ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. സെയിം തുണിയിൽ സെയിം ഇതില്ല. അപ്പൊ ഇവിടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാ ഞാൻ കട്ട് ചെയ്തൊരു പരിവാക്കും ഞാൻ. സെയിം സെയിം ഐസൈ ബനേഗാ നാ? സെയിം ഐസൈ ബനേഗാ. അപ്പൊ ഇതായി. പിന്നെ ഇവിടെ എന്താ സംഭവം നടക്കുക? സ്റ്റിച്ചിങ് കാര്യങ്ങള്. ഇത് സ്റ്റിച്ചിങ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇത് ഇവിടുന്ന് ഓരോന്ന് ഇതെന്താ സംഭവം? ഇതിപ്പോ നമ്മുടെ പുതിയ പുതിയ പാറ്റേൺ. അപ്പൊ പുതിയ പാറ്റേൺ എന്തായാലും നമ്മുടെ വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ വീഡിയോ വന്നതിന് ശേഷം ഇതിന്റെ സാമ്പിൾസ്, ഇതിന്റെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇവരുടെ ഷോറൂമിൽ കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ നിയറസ്റ്റ് സ്റ്റോറിലും ഓപ്പൾ ഗ്ലാം എന്നുള്ള ബ്രാൻഡിന്റെ സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പുതിയ പുതിയ കളക്ഷൻസ് കാണാൻ പറ്റും. എന്തായാലും ഇത് സംഭവം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് എന്താ മൽച്ചന്തേരിയാണ്. മൽച്ചന്തേരിയാണ് കേട്ടോ. അപ്പൊ അത് ഓരോരോ ഡീറ്റെയിലിംഗ് എടുത്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഇതൊക്കെ ഇവരെ സ്റ്റിച്ചിങ് കണ്ടുല്ലോ. ഇനി ആ രണ്ടെണ്ണം കൂടി എടുക്കും. അതും സാമ്പിളാണോ? അതിന്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ റീസെന്റ് കഴിഞ്ഞതാണ്. അതിന് നമ്മുടെ ഇവിടുത്തെ അയണിങ് കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ അത് താഴേക്ക് പോകും. ഓ, ഇത് അല്ലേ? ഓക്കെ. ഈ മെറ്റീരിയൽ ഇത്തിരി ഡിമാൻഡ് കൂടുതലാണ്. ഇതിപ്പോ ചന്തേരി ഇപ്പൊ ഇത്തിരി ഡിമാൻഡ് കൂടുതലാണ്. ഈ വർക്കും അതുപോലെ ലേസിന്റെ ഡീറ്റെയിലിംഗ്. ഇപ്പൊ ഇത് ഓരോന്നോരോന്ന് ഡിസൈൻ ചെയ്തിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോ ഹായ് വാ ആ ഒരു സംഭവമാണ്. എന്തായാലും ഇവിടെ നടക്കട്ടെ. സ്റ്റിച്ചിങ് കാര്യങ്ങൾ നമുക്ക് താഴ്ത്തി വെച്ച് കാണാം. വിജയൻ. അതിന് നമുക്ക് ഈ ഹാൻഡ് വർക്ക് ചെയ്തത് മുകളിലാണ്. അപ്പൊ എത്ര ഫ്ലോർ ഉണ്ട്? വാ പോവാ. ഇവിടെയാണ് അപ്പൊ ഇവരുടെ ഹാൻഡ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ വർക്ക് ഹാൻഡ് വർക്ക് ഒക്കെ ഇവിടെ. ആ ഡ്രസ്സ് ഒന്ന് എടുക്കോ. അപ്പൊ ഈ സെയിം ഡ്രസ്സ് ഇത് ഞാൻ തോന്നുന്നുണ്ട്, എനിക്കിത് കണ്ടപ്പോൾ തോന്നുന്നത് കണ്ടോ? ഈ സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സെയിം കളർ, സെയിം തുണി, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഓരോ ഡിസൈൻ ഇവർക്ക് സാമ്പിൾ ഇവിടെ വെച്ചിട്ടുള്ളത് കൊണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടിയത്. എന്തായാലും ഈ ഡിസൈൻ ഇവിടെ നടക്കട്ടെ. ഇതുപോലത്തെ ഓരോ സംഭവങ്ങളും ഓരോ സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. ഞാൻ എല്ലാം കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് അറിയോ? കോപ്പിയാവും. ഡിസൈൻസ് കാര്യങ്ങൾ കോപ്പിയാവും. അതുകൊണ്ട് തന്നെ നമ്മൾ അല്ലേ? ശരിയല്ലേ പറഞ്ഞത്? കാരണം പിന്നെ ഇവരുടെ ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം ബ്രാൻഡ് തന്നെയാണ്. ഇത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രസം. എന്ത് സ്പീഡിലാണ് ചെയ്യണത്? എന്തായാലും നടക്കട്ടെ. കുത്ത് എടുക്ക. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ബാക്കി വലിയൊരു സ്പേസ് ആണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. എന്തായാലും നമുക്ക് ഇനി കുറച്ചുകൂടി കളക്ഷൻസ് കാണണം. അതുപോലെ തന്നെ ഷോറൂമിലേക്ക് പോകണ്ടേ? ഷോറൂമിൽ പോവാ. ഇങ്ങനെ അവിടെ നിന്നാണോ നീ പ്രത്യക്ഷപ്പെട്ട്? എന്തായാലും എടുത്ത സ്ഥിതിക്ക് ഇതെല്ലാം ആദ്യം കാണിക്കാം നമുക്ക്. ഇത് സ്ലീവ് ഉള്ളിൽ അറ്റാച്ച് ആണ് അല്ലേ? പിന്നെ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പ്യുവർ ജോർജറ്റ് തന്നെയാണ്. ഈ ഹാൻഡ് വർക്ക് യൂസ് ചെയ്യുന്ന ഈ ഒരു മെറ്റീരിയൽ ഒക്കെ എങ്ങനെയാ? ക്വാളിറ്റി ഉള്ളതാണോ? എല്ലാം ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. അത് എടുത്ത് ചോദിക്കാണ്. പ്രീമിയം ആയതുകൊണ്ട് പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല. എന്നാലും നമ്മൾ നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്യണ്ടേ? ലോക്കൽ ആവുമ്പോ ഈ സംഭവം പൊളിഞ്ഞു പോകാൻ ചാൻസ് ഇല്ല. നമ്മൾ റെഡിമെയ്ഡ് ആ ഒരു രീതിയിലല്ല നമ്മളിവിടെ ചെയ്യുന്നത്. എല്ലാം നമ്മുടെ റീറ്റെയിൽ എന്നുള്ള കൺസെപ്റ്റിൽ തന്നെയാണ് ഓരോ വർക്കും ചെയ്യുന്നത്. റീറ്റെയിൽ മീൻസ് റീറ്റെയിൽ ഷോറൂമിലേക്ക് കൊണ്ടുവയ്ക്കുന്ന ഒരു കോൺസെപ്റ്റിലാണ് ചെയ്യണം. എന്നാൽ ബൾക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇപ്പോൾ ഹോൾസെയിലിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വരുന്നത്? ഹോൾസെയിൽ ആണെങ്കിൽ നമുക്കിപ്പോ ബൾക്ക് പീസുകൾ വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒത്തിരി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ തന്നെ ബ്രാൻഡിൽ നമ്മൾ ലേബിൾ ചെയ്യും. ഇപ്പൊ ലൈഫ് വിത്ത് ഷെൽമി എന്നുള്ള ടാഗ് വേണം ചെയ്യാം. ഒരു ബൾക്ക് ഒരു നമ്മുടെ ഒരു ക്വാണ്ടിറ്റി. അപ്പൊ എത്ര ക്വാണ്ടിറ്റിയിൽ നമുക്കിത് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ഓൺ ബ്രാൻഡ്, നമ്മുടെ ഓൺ ടാഗ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്? അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് ചോദിച്ചാൽ മതി. സ്ക്രീൻ
സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹോൾസെയിൽ നമ്പറും ഉണ്ട്, റീറ്റെയിൽ നമ്പറും ഉണ്ട്. ഒരെണ്ണത്തിൽ വിളിച്ചാൽ ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ അയ്യോ ഹോൾസെയിൽ, അപ്പോൾ റീറ്റെയിൽ വേണ്ടവർക്ക് റീറ്റെയിലേക്ക് വിളിക്കാം, ഹോൾസെയിൽ വേണ്ടവർക്ക് ഹോൾസെയിലേക്ക് വിളിക്കാം. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇത് ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ, റീറ്റെയിലേക്ക് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പോകും. അപ്പോൾ ഇവിടെ വരുമ്പോൾ റീറ്റെയിൽ ഒരു പീസായിട്ട് കിട്ടില്ല, അത് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വരും വേണ്ട. റീറ്റെയിൽ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഏതാ സ്ഥലം വരുന്നത്? നമുക്ക് വൈറ്റ്ലയിൽ നമ്മുടെ ഓൺ ഷോറൂം ഉണ്ട്, അതുപോലെ തന്നെ കത്രിക്കടവ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന എളമകര. ഇത് എളമക്കര. എളമക്കരയിലാണ് ഇവർക്ക് ഹോൾസെയിൽ ഉണ്ട് കേട്ടോ, ബൾക്ക് പീസാണ്. അപ്പൊ ഇനി ഡിസൈൻസ് കാര്യങ്ങളൊക്കെ കാണാന്ന് വെച്ചാൽ ഇവിടെ എല്ലാം പീസസ് ഇല്ലല്ലോ, കുറൊക്കെ ഷോറൂമിലാണ്. അപ്പൊ എങ്ങനെയാ ഈ കളക്ഷൻസ് കാണണമെങ്കിൽ ഷോറൂമിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഷോറൂമിൽ സെലക്ട് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ബൾക്ക് ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് അതിന്റെ കൊടുക്കാം. അപ്പൊ ഷോറൂമിൽ പോകായിരിക്കും ബെറ്റർ. അവിടെ ആകുമ്പോൾ നമുക്ക് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇനി അടുത്ത പീസ് നോക്കണമെങ്കിൽ അതാ ഇത് ഒക്കെ ഡിസൈൻസ് ഞാൻ കാണിച്ചു പോകാം കേട്ടോ. എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഡിസൈൻസിനെ കുറിച്ചിട്ട്. ഇതൊരു എ ലൈൻ സ്റ്റൈലിൽ വരുന്നത് എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ എ ലൈനിൽ. ഇതിലെല്ലാത്തിനും പ്രത്യേകത വെച്ചാൽ എല്ലാത്തിനും ഇത് ലൈനിങ് വരുന്നുണ്ട് അല്ലേ? ലൈനിങ് ഉണ്ട്, വിത്ത് ലൈനിങ് ആണ് ഒരുവിധം മിക്കത്. പിന്നെ പ്രീമിയം ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും നല്ല ലൈനിങ്ങോട് കൂടിയിട്ടാണല്ലോ ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന്റെ സ്ലീവ് പഫ് ആണല്ലോ. ഇതൊക്കെ നിങ്ങളുടെ തലയാണല്ലേ? പേര് മറന്നൂടെ? എസ് വെച്ചിട്ടുള്ള ഷാരി ഷെൽമി വെച്ചിട്ട് ഇടി കൂടാന്നൊക്കെ പറഞ്ഞിരുന്നു ഫസ്റ്റിൽ തന്നെ പറഞ്ഞത് മാത്രം ഓർമ്മയുള്ളൂ. ഇത് വേണ്ട. അപ്പോൾ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ തന്നെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവർക്ക്. ഇത് ലെവൻഡറിൽ ഫുൾ വർക്കോട് കൂടി റെയിൻബോ സ്റ്റൈലിൽ. ഇതിൻ്റെ ആ ഒരു വർക്കാണ് കേട്ടോ, നല്ല നല്ല കളക്ഷൻസ്. അപ്പോൾ കുറേയൊക്കെ ഇനി നമുക്ക് ഷോറൂമിൽ പോയിട്ട് കാണാനും ഉണ്ട്. ഇത് നോക്കിയേ, ഇത് വരുന്നത് എന്താ മെറ്റീരിയൽ? ഇതൊരു സിൽക്കാണ്, സിൽക്ക് കോട്ടൺ ബേസ് വരുന്നതാണ്, കോട്ടൺ ബേസ്. പിന്നെ ഇതിന്റെ ദാമനാണ് എടുത്ത് പറയാനുള്ളത്. ഇതാ ദാമനിലും വർക്ക് വരുന്നുണ്ട്. അപ്പൊ ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് ആണ് ഇതില്, കളേഴ്സും വരുന്നുണ്ട്. പിന്നെ ഇവിടെ കുറെ ഇരിക്കുന്നുണ്ട്, സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതൊരു എയർലൈൻ സ്റ്റൈലിലാണ്, ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്. സൈഡിൽ ഇങ്ങനെ ഒരു എംബ്രോയിഡറിയുടെ ഡീറ്റെയിൽ. എംബ്രോയിഡറി അപ്പൊ എവിടെയാണ് ചെയ്യുന്നത്? നമ്മൾ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ തന്നെയാണ്. നമ്മൾ ആ ഭാഗത്തേക്ക് പോയില്ലേ? ഇത് ഹാൻഡ് വർക്ക് ഒക്കെ കണ്ടപ്പോഴേക്കും ഫ്ലാറ്റ് ആയി, പിന്നെ ഇങ്ങോട്ട് ഓടി വന്നു. എംബ്രോയിഡറിയുടെ വർക്ക് ആയാലും ഹാൻഡ് വർക്ക് ആയാലും എല്ലാം ഇവിടെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതൊക്കെ ചെറിയൊരു ഇങ്ങനെ ഫ്ലീറ്റ് വർക്ക് വന്നിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ്. പിന്നെ ഇത് ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് ഇങ്ങനെ ഒരു അടിയിൽ ഇങ്ങനെ ഫിൽ ടൈപ്പ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് കോട്ടനാന്ന് തോന്നുന്നു. ഇത് കോട്ടനാ, കോട്ടനാണ്. ഇത് ഫ്രിൽ വന്നിട്ടുള്ളത്, ഇത് ഫ്ലീറ്റ് വന്നിട്ടുള്ളത്. ഒരുവിധം നിങ്ങൾക്ക് പാറ്റേൺ കാണുമ്പോൾ ചില പാറ്റേണുകളൊക്കെ ഇവരുടെ ഓൺ പാറ്റേൺ തന്നെയാണ് വരുന്നത്. ഇനി ഇവരുടെ ബ്രാൻഡിന്റെ പേര് ഒന്നുകൂടി പറയാണ്, ഒപ്പൽ ഗ്ലാം. യെസ്, അതൊന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞത് ഒപ്പൽ ഗ്ലാം. അതാണ്. ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഇവർക്ക് ടാഗും കൂടി വരുന്നുണ്ട്. ഈ ടാഗിന് പകരമാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മുടെ ടാഗ് വെക്കണമെങ്കിൽ ടാഗ് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ഏത് കൗണ്ടറിൽ നിങ്ങൾ കണ്ടാലും എന്ന് വെച്ചാൽ ഏതൊരു അടുത്തുള്ള നിയറസ്റ്റ് സ്റ്റോറിൽ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്. സിംഗിൾ പീസ് മേടിക്കുകയാണെങ്കിൽ, ബൾക്ക് മേടിക്കണമെങ്കിൽ എന്തായാലും ഇവിടേക്ക് തന്നെ വരണം, ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. പിന്നെ ഇവിടെ ഇരിക്കുന്ന സംഭവമൊക്കെ കോട്ടൺ ആണോ? അതെല്ലാം കോട്ടൺ ആണ്. ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ ഷോറൂമിലുണ്ട്. അപ്പോൾ നമുക്ക് എന്നാൽ ഷോറൂമിൽ പോയിട്ട് ഇവരുടെ ഡീറ്റെയിൽ ഒക്കെ കാണാം. കോട്ടൻ്റെ ആണ്, കോട്ടനും ഉണ്ട്, അതുപോലെ തന്നെ പ്രീമിയം കളക്ഷൻസ് എല്ലാം ഉണ്ട്. കുറെ ഷോറൂം കാണാനായിട്ട് തിരിക്കാം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വരും എൻ്റെ കൂടെ നോക്കാം. എന്തായാലും അവിടെ ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഇവരെ കൊണ്ടുപോകാം. എന്തായാലും നമുക്ക് ഷോറൂമിൽ പോവാം. ഇവരുടെ റീറ്റെയിൽ ഷോപ്പിലേക്ക് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ ഡീൽ ചെയ്യുന്ന ചേച്ചി ഹായ്. അപ്പൊ ഇവിടെ റീറ്റെയിൽ ആണ് മെയിൻ ആയിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെ പാറ്റേൺ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? നമ്മളപ്പോ ഹോൾസെയിലിന്റെ കാര്യങ്ങളൊക്കെ കണ്ടു. നമുക്ക് ഇനിയിപ്പോ റീറ്റെയിലിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാട്ടെ. എന്തൊക്കെ നമ്മളുടെ പാർട്ടി വെയർ ആണ്. ഓക്കെ, പാർട്ടി വെയർ കളക്ഷൻ. ഇതൊക്കെ നല്ല മെറ്റീരിയൽ ആണ്, നല്ല മെറ്റീരിയൽ വിസ്കോസ് ഓർഗൻസയാണ്, ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത്. ഹാൻഡ് വർക്കിലാണ് ഇത് വരുന്നത്. 3 പീസ് കളക്ഷൻ ആണ്. ആക്ച്വലി ഇവിടെ നമുക്ക് എന്തൊക്കെ കിട്ടും? ഈ ഒരു ഓപ്പൽ ഗ്ലാം നല്ല പേരല്ലേ? എന്താ ഈ പേരിന്റെ അർത്ഥം? എന്താ? അതൊരു കല്ലിന്റെ പേരാണ്, നവരത്നങ്ങളിലുള്ള കല്ലിന്റെ പേരാണ്. അപ്പൊ ഈ ഒരു ഓപ്പൽ ഗ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിൽ നമുക്ക് സിംഗിൾ പീസ്, 2 പീസ്, 3 പീസ്, പിന്നെ എന്തൊക്കെയാ അവൈലബിൾ? നമുക്ക് മെറ്റീരിയൽ ഉണ്ട്, പിന്നെ കസ്റ്റമൈസേഷനും ഉണ്ട്. ഇവിടെ നിന്ന് എടുക്കുന്ന ചുരിദാറിന്റെ അതിനെ നമ്മൾ ഷേപ്പ് ചെയ്യുക, എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്തു തരും. ഓക്കെ, ഓൾട്ടർ ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഓക്കെ, ഇത് 3 പീസിന്റെ ആണ് കേട്ടോ കളക്ഷൻസ് വരുന്നത്. അപ്പൊ ഇവിടെയാണ് 3 പീസ് മൊത്തം ഇരിക്കുന്നത്. 3 പീസ് ഇവിടെയാണ്. ഇത് സ്ട്രൈറ്റ് കട്ടിന്റെ ആണ്. നേരത്തെ കണ്ടത് നമ്മൾ എ ലൈൻ സ്റ്റൈൽ. ഇത് എ ലൈൻ സ്റ്റൈല് ഫ്ലീറ്റഡ് ആയിട്ടാണ് നമ്മളിപ്പോ നേരത്തെ കണ്ടിട്ടുള്ള ഒരു സ്റ്റൈല്. ഇത് വരുമ്പോ നമുക്ക് സ്ട്രെയിറ്റ് ഫിറ്റിൽ വരുന്നത്. ഇവിടെ ഹാൻഡ് വർക്ക് ഒക്കെ കണ്ടു. ഈ ഹാൻഡ് വർക്ക് ഒക്കെ ഇവരുടെ ഓൺ ചെയ്തിട്ടാണ് നമ്മൾ അവിടെ വെച്ച് കണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി കാണിക്കുകയാണ് കേട്ടോ.
പിന്നെ വരുന്നത് ഇത് സിംഗിൾ ഫ്രോക്ക് മോഡലാണ്. സ്ലീവ്ലെസ് ആണ്. പിന്നെ കൈ വേണ്ടവർക്ക് നമ്മൾ അതിൻ്റെ അകത്ത് ഉണ്ട്. ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ ഇവിടെ വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തു കൊണ്ട് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. എന്തായാലും ഇവിടെ ഓൾട്ടറിന്റെ ഓപ്ഷൻ ഉണ്ട്. ഫ്ലീറ്റ് ഒക്കെ ഉണ്ട്, നല്ല പെർഫെക്റ്റ്. ഇതിന് എത്ര കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്? അതിലൊരു ഏകദേശം ഒരു 10 അടുത്ത് വരും. 10 കളർ. ഇതിപ്പോ ന്യൂ അറൈവൽ എന്ന് തോന്നുന്നു. അത് ഏറ്റവും ഇങ്ങനെ ഫ്രണ്ടിൽ ഇട്ട കണ്ടപ്പോഴേ നല്ല ബ്രൈറ്റ് ഷെയ്ഡ്സ് വരുന്നത് ഈ സെക്ഷൻ. ഇതേ 10 കളർ കേട്ടോ. ഇത് കണ്ടത് ഇതിന്റെ 10 ഷെയ്ഡുകൾ ഇരിക്കുന്നത് കണ്ടോ. ഒക്കെ നല്ല നല്ല ഷെയ്ഡുകൾ. ഇതൊക്കെ നോക്കിയാൽ കോഫി ഗ്രീൻ, ബ്ലാക്ക്, വൈറ്റ്, യെല്ലോ, അങ്ങനെ അങ്ങനെ കളേഴ്സ് വരുന്നുണ്ട്. ഇത് അപ്പോൾ ഇവര് ന്യൂ ഡിസൈനാണ് വരുന്നത്. ചേച്ചി അങ്ങോട്ട് പോയി. ഇത് വരുന്നത് 2 പീസ് സെറ്റാണ്. 2 പീസിൽ ഇതുപോലെ ഫ്രില്ലായിട്ട് വരുന്നത് എംബ്രോയിഡറിയുടെ വർക്ക് വന്നിട്ട് ഇതുപോലെ സ്ലീവിലും ഈ ഒരു വർക്ക്. ഇത് മൊത്തം 2 പീസിന്റെ കളക്ഷൻ ആണ്. 2 പീസ് കളക്ഷനിൽ ജസ്റ്റ് ഓരോന്ന് എടുത്ത് കാണിക്കാം കേട്ടോ. അത് ഫ്ലോറലില് വർക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു സെയിം ഇത് നോക്കുകയാണെങ്കിൽ ബ്ലാക്കില് ഇങ്ങനെ ഒരു വർക്ക്. ഇവിടെ ഇരിക്കുന്നതൊക്കെ പ്രീമിയം മെറ്റീരിയലാണ്, നല്ല ഒറിജിനൽ മെറ്റീരിയൽ ആട്ടോ അല്ലേ ചേച്ചി? അതെ അതെ അതെ. ബ്ലാക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല രസമുണ്ട്. അതിന്റെ ആ ഒരു നെക്ക് വർക്ക്, ഇതൊക്കെ നെക്ക് വർക്ക് നമ്മൾ ചെയ്തതാണ്. അതെ. ഇത് 2 പീസ് ആട്ടോ വിത്ത് പാന്റ് അടക്കം വരുന്നത്. പാന്റ് വരുമ്പോ എങ്ങനെയാ? സ്ട്രെയിറ്റ് ഫിറ്റാ വരുന്നത്? സ്ട്രെയിറ്റ് ഫിറ്റ് ആണ് വരുന്നത്. പിന്നെ ഈ ഒരു ഡിസൈൻ നോക്കിയേ, ഫ്ലീറ്റിലാണ് ഇവരുടെ കാര്യം. ആ ഒരു അയണിങ്ങും ആ ഒരു പെർഫെക്ഷനും അതൊക്കെയാണ് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത്. ഇതൊക്കെ 2 പീസ് കളക്ഷൻ. അപ്പോൾ 2 പീസ് ഉണ്ട്, 3 പീസ് ഉണ്ട്. വാവ്, ഈ മെറ്റീരിയൽ നോക്ക്, നല്ല ഇമ്പോർട്ടൻറ്റ്. ഇത് എന്ത് ഷിബോരിയാണത്. ഷിബോരി വർക്കില് മെറ്റീരിയൽ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ. ഇത് നല്ല സോഫ്റ്റ് സാറ്റൻ ആ ഒരു ഇതിലാണ് വരുന്നത് കേട്ടോ മെയിനായിട്ട് വരുന്നത്. പിന്നെ ഈ ഒരു മോഡൽ, അങ്ങനെ മോഡൽ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. എന്നാൽ ഇത് കണ്ടാലും നമുക്കിപ്പോൾ എന്താ പറയുക, എത്ര ദിവസം കൂടുമ്പോൾ ഇത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും? നമ്മൾക്ക് ആഴ്ച 2 ദിവസം വെച്ചിട്ട് നമുക്ക് പുതിയ പുതിയ കളക്ഷൻ വന്നുകൊണ്ടിരിക്കും. കളക്ഷൻസ് പുതിയത് വന്നുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഇത് കോട്ടനോ? അത് കോട്ടൺ, ഒരു കോട്ട് സെറ്റ് പോലെ നമ്മൾ തയ്ച്ചതാണ്. കംപ്ലീറ്റ് പോയത്. ഇത് പുതിയ പുതിയ പീസുകൾ പിന്നെ വരും, വന്നും പോയി ഇരിക്കുമല്ലോ. അപ്പം ഇത് കോട്ട് സെറ്റ് 2 പീസിൻ്റെ കളക്ഷൻ കോട്ടണിലാണ് കേട്ടോ വരുന്നത്. ഇത് മൽക്കോട്ടനിൽ പുതിയത് വന്നതാണ് നമുക്ക് ഈ ഒരു സെക്ഷൻ. ഓ, മൽക്കോട്ടനിൽ ഇങ്ങനെ പ്രിന്റ് വരുന്നത്, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ വർക്കുള്ളത് വരുന്നുണ്ട്. ഇതും കോട്ടണിൽ തന്നെയാണ്. ആ കോട്ടണിൽ ഇതുപോലെ ഫ്ലീറ്റ് വർക്ക് വന്നിട്ടുണ്ട്. അടിപൊളി. 3 പീസ് ആണല്ലേ ഇത് മൊത്തം? അതെല്ലാം 3 പീസാണ്. ഇത് കണ്ടോ, ഇതും 3 പീസിലാണ് കേട്ടോ വരുന്നത്. ഈ ഒരു പാറ്റേൺ ഇനി നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പാറ്റേൺ നിങ്ങൾക്ക് പറയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും ചെയ്തു തരുമോ? ചെയ്തു തരും. ഒരു 15 ദിവസം ആണ് നമുക്ക് എടുക്കുന്നത് കസ്റ്റമൈസേഷൻ. ഓക്കെ. ഇത് നോക്കിയേ, ഇതും ആ ഒരു കോട്ടണിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. അങ്ക്രക്ക സ്റ്റൈലില് ഇങ്ങനെ ഇവിടെ കെട്ടാനുള്ള നോഡ്. അതുപോലെ നമ്മുടെ ഓൺ പാറ്റേൺ വേണമെന്ന് പറയുകയാണെങ്കിൽ അതും ചെയ്തു തരും. ഇനി ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഇവർക്ക് ഡിസൈനർ ടീം ഇരിക്കുന്നുണ്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് സജഷൻ ചോദിച്ചാൽ മതി. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഡീൽ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഇതും കോട്ടണിൽ തന്നെ. കോട്ടൺ സ്ട്രേറ്റ് ഫിറ്റ് ഉണ്ട്, അനാർക്കലി സ്റ്റൈൽ ഉണ്ട്, അതുപോലെ ഫ്ലയർ ആയിട്ടുള്ളത് ഉണ്ട്. പിന്നെ ഇതിൽ ഏതോ സ്പെഷ്യലായിട്ട് കാണിക്കാനുള്ളത് ഒക്കെ സ്പെഷ്യലാണല്ലേ? ഒക്കെ സ്പെഷ്യലാ. ഇതും കോട്ടൺ തന്നെയാണ് കേട്ടോ വരുന്നത്. ഓഫ്, എന്താ രസം. ബ്ലാക്ക്. ഇത് ജോർജറ്റാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. എനിക്ക് കാണുമ്പോൾ എല്ലാതും എടുത്ത് കാണിക്കാൻ തോന്നുന്നുണ്ട്. ഇതൊരു ഫുൾ ലെങ്ത് ആണ്. വാവ്, ഒരു ദുപ്പട്ട കൊടുത്തേക്കോ. ഇതാണ് പീസ് മക്കളെ, സൂപ്പർ. അത് ഫുൾ ഹെവി വർക്ക്, സ്ലീവിലും വർക്ക്. ഇത് ഹാൻഡ് വർക്ക് ഒക്കെ ഒന്ന് അടുത്തേക്ക് വന്നിട്ടൊന്ന് കാണിക്കും. നല്ല ഭംഗിയുണ്ട്, ഫിനിഷിങ്ങും നന്നായിട്ടുണ്ട്. സ്ലീവിൻ്റെ വർക്ക് കണ്ടോ, ഒക്കെ നന്നായിട്ട്. സ്ലീവൊക്കെ നല്ല ഹെവി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ ഇഷ്ടമായിട്ടോ. അതുപോലെ ദുപ്പട്ടയിലും ഉണ്ട്. അതെ, ഇതാ ദുപ്പട്ടയിലും ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി. അതേപോലെ തന്നെ ഇത് സ്ട്രൈറ്റ് കട്ടിൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തേക്കുവാണ്. ഓ, ഇത് അനാർക്കലി ആയിരുന്നു അല്ലേ? ഇത് അനാർക്കലി. നല്ലൊരു ഹീൽ ഇട്ട് ഒരു ഗെറ്റപ്പിൽ അങ്ങോട്ട് ഒരു നടത്തം. പാർട്ടി വെയർ. അതെ, ഇതും പാർട്ടി വെയറിൽ സ്ട്രേറ്റ് ഫിറ്റിൽ വരുന്നത് കേട്ടോ. ഇതും ഇതുപോലെ തന്നെ വർക്കൊക്കെ. ഇപ്പൊ ഈ വർക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും പറയുകയാണെങ്കിൽ അതും ചെയ്ത് തരുന്നതായിരിക്കും. പാർട്ടി വെയറിന്റെ സെക്ഷൻ ആ ഭാഗത്താണോ? ഈ ഭാഗത്താ. യെസ്, ഈ ഭാഗത്താണ് പാർട്ടി വെയർ സെക്ഷൻ. ഈ ഭാഗത്ത് ഈ കാണുന്നത് മൊത്തം പാർട്ടി വെയർ സെക്ഷനാണ് വരുന്നത് അല്ലേ? എനിക്ക് ഇവിടെ എവിടെയോ ഒരെണ്ണം ഞാൻ നല്ല ഭംഗിയുള്ളത് തന്നെ കണ്ടിരുന്നു. കണ്ടോ, ഇതൊക്കെ നോക്കിയാൽ പ്യൂർ ജോർജറ്റിൽ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന സ്ട്രൈറ്റ്
സ്ട്രേറ്റ് ഫിറ്റിൽ വരുന്നത് സ്ട്രേറ്റ് ആണ്. പിന്നെ ഞാൻ വീണ്ടും പറയാണ് ഓൾട്ടറേഷൻ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇത് എടുത്തത് നമ്മൾ വെയർ ചെയ്തത് അത് ഓൾട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ കൗണ്ടറിൽ നിന്നാണ് എടുത്തത്. അല്ലാണ്ട് നമ്മൾ ഇവരുടെ ഷോപ്പിൽ നിന്നോ ഹോൾസെയിൽ നിന്നൊന്നല്ല എടുത്തത്. പക്ഷേ എടുത്തു വന്നപ്പോൾ കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു. അത് പിന്നെ അവിടെ നിന്ന് തന്നെ അവർ ഓൾട്ടർ ചെയ്ത് അതുപോലെ തന്നെ ഇവിടെയും ഓൾട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ വരുന്നത്. അപ്പം ഞാൻ ലാർജാണ് വെയർ ചെയ്തിരിക്കുന്ന സൈസ്. അപ്പം ഈ സൈസിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് വ്യത്യാസമാണെങ്കിൽ ഇങ്ങനെ ഒന്ന് അത്രേ ഉള്ളൂ. ഇത് നോക്കിയേ, ഇതും നല്ലൊരു ഹെവി. ഇതിൻ്റെ സ്ലീവിനൊരു പ്രത്യേകതയുണ്ട് കണ്ടോ. സ്ലീവിനാണ് ഇതിന് കൊടുത്ത കാശ് മുതലാവും എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ ഓരോരോ പീസിലും എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട്. എന്തായാലും വർക്ക് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെയാ ചേച്ചി? ഈ നിൽക്കുന്ന സ്ഥലം ശരിക്കും എവിടെയാ വരുന്നത്? ചളിക്കവട്ടം എന്ന് പറയും. ചളിക്കവട്ടം. എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും ഇതാണ് സ്പേസ്. ഒന്നുകൂടെ അഡ്രസ് ഒന്ന് പറഞ്ഞു. നമുക്ക് ഇപ്പൊ ശരിക്കും എത്താണെങ്കിൽ ഇവിടെ നിയറസ്റ്റ് എറണാകുളം വൈറ്റില ചളിക്കവട്ടം എന്ന് പറയും. ഗോൾഡ് സൂക്കിന്റെ അടുത്താണ് ഇത്. ഓക്കെ. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതാ സ്ക്രീനിൽ നമ്പർ ഉണ്ട്, ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ഇനി ഹോൾസെയിൽ വേണ്ടവർക്ക് ഹോൾസെയിൽ, റീറ്റെയിൽ വേണ്ടവർക്ക് റീറ്റെയിൽ കേട്ടോ. വൈറ്റ് ഒരു ഫംഗ്ഷന് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള. ചേച്ചി വേറെന്താണ് ഒന്ന് എടുക്കുമോ? അയ്യോ ഒരെണ്ണം വീണു. ഇതാ ഇത് നോക്കി എന്ത് രസം. ബ്ലൂല് വൈറ്റ് കോമ്പിനേഷൻ കൊടുത്തു. അപ്പൊ തന്നെ അവിടെ ഒരു ഹൈലൈറ്റ് ആയി. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഒക്കെ ടച്ച് ആൻഡ് ഫീൽ എന്ന് പറഞ്ഞപ്പോ വീണ്ടും പറയാണ് വന്നു നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ നിങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ വീഡിയോ കോൾ ത്രൂ ആയാലും നമുക്ക് അങ്ങനെ എടുത്ത് കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ? വാവ് പീസ് സൂപ്പർ. ഓരോരോ ഡിസൈനിലും ഓരോരോ എന്താ പറയാ കല എന്ന് പറയില്ലേ, ആർട്ട് ചെയ്ത വർക്ക് അതേപോലത്തെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. നല്ല ടച്ച് ആൻഡ് ഫീൽ. ഇതൊക്കെ സെറോസ്കി വർക്കും അതുപോലെ തന്നെ വർക്ക് നമ്മൾ പറയുന്ന പോലെ. എന്തായാലും എനിക്ക് ഇഷ്ടമായി കേട്ടോ മൊത്തത്തില്. അത് ലക്നൌവിയാണ് ചിക്കൻ വർക്കിന്റെ പുതിയൊരു വേർഷൻ. ത്രീ പീസ് ഇത് 3 പീസ് സെറ്റ് അല്ലെങ്കിൽ 2 പീസ് സെറ്റ് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത്. ഇതൊക്കെ വർക്ക്, ഈ വർക്കൊക്കെ ശരിക്കും ഇങ്ങനെ എന്താ പറയുക, കളർ ചേഞ്ച് വേണമെന്ന് വെച്ചാൽ അത് പറയുകയാണെങ്കിൽ അത് ചെയ്തുതരും, ഇല്ലെങ്കിൽ ഇത് വേണ്ട. അപ്പോൾ ആ രീതിയിലാണ് ഈ മെയിനായിട്ട് ഇവിടെ ഉള്ളത്. നമുക്ക് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ ഇല്ല, കുറച്ചേ ഉള്ളൂ. ഡെയിലി വെയർ നമുക്ക് കലൂർ കത്രക്കട റോട്ടിലുണ്ടായിരുന്നു അവിടെ. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഒരു ചെറിയ വക ഫംഗ്ഷനോ വലിയ വക ഫംഗ്ഷനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയിട്ട് അങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ടിരിക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് ഇവിടെ മൊത്തം ഇരിക്കുന്നത് കേട്ടോ. ഇതിലത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ദാ ഈ ഒരു സംഭവം. ഇതൊക്കെ ഓരോരുത്തരുടെ കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുള്ള വർക്കുകളാണ് കേട്ടോ. ഇതൊക്കെ കസ്റ്റമൈസ് അല്ലേ? അതെ അതെ. ഇതൊക്കെ അപ്പൊ ഇതിന് ചേച്ചി ഒരു സംശയം ചോദിക്കട്ടെ. അപ്പൊ ഇതിന്റെ ഇത് ഇങ്ങനെ തന്നെയാണോ? ഇങ്ങനെ തന്നെയാ. അതെന്താ സംശയം ഞാൻ ചോദിച്ചതെന്ന് വെച്ചാലേ, ബാക്ക് ട്രാൻസ്പെറന്റ് ആണ്. ഇടണവരുണ്ട് കേട്ടോ, ഞാൻ ഇടില്ല അത് വിചാരിച്ചിട്ട് ഇടണവരുണ്ട് അല്ലേ? ഇവിടെ കൊച്ചി മൊത്തം അത് തന്നെയാണല്ലോ. ഇതാ ഇത് നോക്കിയേ, ഒരു ഫുൾ ഗൗൺ. അപ്പൊ ഗൗണോ ലാച്ചയോ അനാർക്കലി സ്റ്റൈലിലോ എങ്ങനെ വേണേലും നമ്മുടെ ബഡ്ജറ്റും കൂടി പറയണം കേട്ടോ. ആ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി വൈറ്റ് ഓപ്ഷനിൽ തന്നെ നമുക്ക് ഒരു ബനാറസി സ്റ്റൈലും ഉണ്ട്. ഇതിപ്പോ പാവാടയാണോ? പാൻറ്റാണ് വരുന്നത്. പിന്നെ അതുപോലെ ഇത് ടോപ്പാണ് വരുന്നത്. ഇനി ഗൗൺ വേണമെങ്കിൽ ഗൗൺ. ഓഹോ, നല്ല ബോളിവുഡ് സ്റ്റൈലിലുള്ള ഐറ്റം ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാ ബോളിവുഡ് എന്ത് സ്റ്റൈൽ വേണമെങ്കിലും ആ സ്റ്റൈലൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നോക്കിയേ, ഇത് നോക്കിയേ, ഇതൊക്കെ മെറ്റീരിയൽ എന്തെന്നാ പറയാ, നല്ല അടിപൊളിയായിട്ട് കേട്ടോ. മൊത്തത്തില് എന്താ പറയാ, ഇഷ്ടമായി. ഇവിടെ വന്നാലാണ് ഞാൻ പറഞ്ഞല്ലോ അത് ഒരു ഫീലിംഗ് നമുക്ക്. ഞാൻ ഇനി നിങ്ങൾ വരുന്ന സമയത്ത് ഇതൊന്നും കിട്ടിയെന്ന് വരില്ല. ഇത് ശരിക്കും ബാക്ക്ലെസ് ആണ് വരുന്നത്, ഫുൾ ബാക്ക്ലെസ്. ഇതാ ഇതൊക്കെ നിങ്ങൾ ചെയ്തതാ? നമ്മൾ ചെയ്തതാ. ഇപ്പൊ ഏത് പാറ്റേൺ പറഞ്ഞാലും ഇവിടെ ഉണ്ട്, ചെയ്യിപ്പിക്കാനും പറ്റും. ഇത് നോക്കിയാ ഇത് അതിനേക്കാളും നല്ലത്. ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തേക്കോ ഇതല്ലേ? ഇത് അടിവശം നോക്കിക്കോട്ടെ ഇതിന്റെ ഒരു വർക്ക് കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പാറ്റേൺ ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഓരോരുത്തർ കസ്റ്റമൈസ് ചെയ്തിട്ട് അങ്ങനെ വർക്കും കയറുന്നതാണല്ലോ. ഇത് സൈഡ് കാണുന്നത്. ഇപ്പൊ ബാക്ക്ലെസ് പോയി ഇപ്പൊ സൈഡ് ഇങ്ങനെ അപ്പൊ ചെറുതായിട്ടൊരു സൈഡ് കാണും, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ഒന്ന് നേരിട്ട് വരാ, കാണാം. പിന്നെ ആ ഫ്രോക്കിന്റെ സെക്ഷനിലേക്ക് ഒന്നും പോയില്ലല്ലോ ചേച്ചി? ഈ സൈഡൊക്കെ എന്താ ഇരിക്കണേ? ഇതും സിംഗിൾ ഇത് തന്നെയാണ്, കുർത്തീസ് ഒക്കെ തന്നെയല്ലേ? ഒക്കെ ഇങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, നമുക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ. ഇത് കോട്ടൺ അല്ലേ? കോട്ടന്റെ സിംഗിൾ ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് കേട്ടോ. അത്
ഇങ്ങനെ പഫ് സ്ലീവ് ആയിട്ട് വരുന്നതുണ്ട്, ഫ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതെന്താ റെഡ് റെഡ് ഫ്ലീറ്റിൽ വരുന്നത്. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഒരു എലൈൻ ആര്യവർക്ക് വന്നിട്ട് പിന്നെ ഈ കാണിക്കുന്നതിൽ ഇപ്പൊ കളർ ചേഞ്ച് വേണമെന്ന് പറയുകയാണെങ്കിൽ അതും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ റെഡ് വേണ്ട, നമുക്ക് വേറൊരു കളർ ചേഞ്ച് 10 ദിവസം 10-15 ദിവസം അതിന് മേലെ എടുക്കില്ല ഞങ്ങൾ, അത്രയും പെർഫെക്റ്റ് ആണെന്ന്. ഇത് കോട്ടൺ കേട്ടോ, ഒക്കെല്ലാം ലൈനിങ് വെച്ചിട്ടുണ്ട്. അതാണ് അപ്പൊ ഈ ഒരു ഷോറൂം. പിന്നെ വേറെ ഷോറൂം എവിടെയാ? നമുക്ക് ഈ ഓൾട്ടർ ചെയ്യുന്ന സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും? ജസ്റ്റ് ഇവിടുന്ന് ഒന്ന് എത്തിച്ചു നോക്കാം നമുക്ക്, വേറെ ഒന്നും വേണ്ട. ഇവിടെയാണ് നമ്മൾ മസ്റ്റർ ഒരു ഹായ് പറഞ്ഞോ? ഒരു ഹായ് പറ. ഒരു ഹായ്. അവിടെ ഓൾട്ടർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ കസ്റ്റമൈസ് ചെയ്തത് തയ്ക്കാനും. ഇവിടെ ജസ്റ്റ് ഒരാൾ മാത്രമേ 2 ആൾ അങ്ങോട്ട് ഇരിക്കുന്നുള്ളൂ. ബാക്കി യൂണിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടില്ലേ, കലൂര് എളമക്കര. അവിടെയാണ് ശരിക്കും യൂണിറ്റ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഈ ഡ്രസ്സ് കാണിച്ചതൊക്കെ നമുക്ക് കാണണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കയറാം, ഇട്ട് നോക്കാം. പറ്റിയില്ലെങ്കിൽ ഇതാ ഇവിടെ നിന്ന് തയ്ച്ചോ, ഇവിടുന്ന് തയ്ച്ചോ, അങ്ങനെ പറയാം അല്ലേ? അപ്പൊ ഒന്നുകൂടെ ഒന്ന് നമുക്ക് അഡ്രസ് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനാവും. പറഞ്ഞ ഇത് വന്നിട്ട് എറണാകുളം വൈറ്റില ഗോൾഡ് സൂക്കിന്റെ അടുത്താണ്, ചളിക്കോട്ടമാണ് ഈ സ്ഥലത്തിന്റെ പേര്. പിന്നെ നമുക്ക് കലൂർ കത്രക്കടവ് റോഡ് കെട്ടുവളത്തിന്റെ അടുത്ത് ഒരെണ്ണമുണ്ട്. പിന്നെ നമുക്ക് ഹോൾസെയിലായിട്ട് എളമക്കര താന്നിക്കല് കലൂര്. അപ്പൊ എങ്ങനെ പോയാലും സ്ക്രീനിലെ നമ്പർ കൊടുക്കേണ്ട. ഹോൾസെയിൽ വേണ്ടവർക്ക് ഹോൾസെയിൽ വിളിക്കാം, റീറ്റെയിൽ വേണ്ടവർക്ക് റീറ്റെയിൽ വിളിക്കാം. അപ്പൊ പിന്നെ അതുപോലെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഓൺ ബ്രാൻഡ് ടാഗ് വെപ്പിക്കണം ഇവരുടെ ഡിസൈനിൽ, അതും ഇവർ ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിലും ഒന്ന് സ്ക്രീനിൽ വിളിച്ച് ചോദിച്ചാൽ മതിയിട്ട്. അപ്പൊ റീറ്റെയിൽ വേണ്ടവർക്ക് റീറ്റെയിൽ, ഹോൾസെയിൽ വേണ്ടവർക്ക് ഹോൾസെയിൽ. അപ്പൊ ഷോപ്പിന്റെ പേരല്ല, ആക്ച്വലി ബ്രാൻഡിന്റെ പേര് ഓപ്പൽ ഗ്ലാം. യെസ്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.